ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 823 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മർക്കോസ് 8 അധ്യായം 5 തിരുവചനമാണ്. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ 4000 പേരെ പോഷിപ്പിച്ചതാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗം. തൻ്റെ അടുക്കൽ വചനം കേൾക്കുവാനായി വന്നവരെ പട്ടിണിയായി പറഞ്ഞയക്കുവാനായിട്ട് യേശു തമ്പുരാന് മനസ്സ് വന്നില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലായക കൊണ്ട് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു. ശിഷ്യന്മാർ യേശു തമ്പുരാനോട് പറയുന്നുണ്ട്, ഈ മരുഭൂമിയിൽ ഇത്രയും ആളുകളെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുക എന്ന്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഇതൊരു പരീക്ഷണമായിരുന്നു. യേശു തമ്പുരാൻ അവരോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവരുടെ പക്കൽ എന്തുണ്ട് എന്നോ അവർക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നോ ഒന്നും ശിഷ്യന്മാരാരും അന്വേഷിച്ചില്ല. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള മാർഗവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടാകും. ആദ്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതായ നന്മകൾ എത്രയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമുക്കായി നൽകിയിട്ടുള്ള താലന്തുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ എല്ലാ നന്മകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ അതിനെ അസാധാരണമായി വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം? സ്നേഹവാനായ നല്ല ദൈവമേ, എനിക്ക് നൽകിയിട്ടുള്ള സകല നന്മകൾക്കുമായിട്ട് നന്ദി പറയുന്നു. ലഭിച്ച താലന്തുകൾ കർത്താവെ ശരിയായി വിനിയോഗം ചെയ്യുവാനായിട്ട്, പ്രതിസന്ധിയിൽ അവയെ അങ്ങയുടെ പക്കൽ ഏൽപ്പിക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.